ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇന്നത്തെ വ്ളോഗ് നമ്മളെ റമളാൻ ഫർളാക്കപ്പെട്ട പോലെ തന്നെ നമ്മളെ നനച്ചുകുളിയും ഫർളാണല്ലോ. അപ്പോൾ അത് എല്ലാവർക്കും പറയപ്പെട്ടതാണ് ആ പണി. അപ്പോൾ അത് എടുക്കാത്തവർ ആരും തന്നെ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാനും അത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് ഞാനത് രാവിലെ 4 മണിക്ക് നീച്ചിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മളെ ബറാത്തിൻ്റെ നോമ്പും നോക്കണം വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമ്മളെ കാക്കു ഡ്യൂട്ടിയിലാണ്. അപ്പോൾ കാക്കുവിന് പോകും വേണം. കാക്കുവിന് ഒരു 6 മണിക്ക് പോയാൽ മതി. അപ്പോൾ കാര്യമായിട്ട് ഞാൻ ഈ സമയത്ത് നീച്ച് നോമ്പെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 4 മണി 4:15 ആയപ്പോഴാണ് നീച്ചപ്പോൾ പിന്നെ സുബഹ് ബാങ്ക് കൊടുക്കണം 5:40 5:35 അങ്ങനെ അങ്ങോട്ട് ബാങ്ക് കൊടുക്കുന്ന ടൈം. അപ്പോൾ ഞാൻ അങ്ങനെ നീച്ച് രാവിലെ പിന്നെ സാധാ നോമ്പ് നോക്കുന്ന ടൈമിൽ എന്താ സുന്നത്ത് നോമ്പ് കൊടുക്കുമ്പോൾ ബ്രെഡും ചായയൊക്കെയാണ് കഴിക്കൽ. സിമ്പിളായിട്ട് എന്തെങ്കിലും കേട്ടോ, കാരണം മടിയാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുക അറിയുമ്പോൾ. അപ്പം ദോശക്ക് മാവ് ഒട്ടിച്ചിന്. അപ്പം എനിക്ക് ദോശയൊക്കെ ചുടുകയാണ്. ദോശ തന്നെ ചുടാൻ കാരണം കാക്കു ഡ്യൂട്ടിയിൽ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടിക്കൊണ്ട് ചായ എടുക്കുക. അങ്ങനെ ദോശയ്ക്കൊരു ചട്ടിനി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ചട്ടിനൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഞാൻ സിമ്പിളായിട്ട് ചായയും പാലിട്ട് കണ്ട ചായയും 2-3 ദോശയും കഴിച്ചു. അപ്പോൾ സിമ്പിളായിട്ടൊരു ചായ എന്ന് പറയുന്ന പൊടിയും മധുരവും കുറച്ച് കട്ടി കുറച്ചും കണ്ടുള്ള ചായ കേട്ടോ. എന്നാൽ വെള്ള ചായ അല്ല, അങ്ങനത്തെ ഒരു ചായ തന്നെ നമുക്ക് പള്ളക്ക് സുഖം. അങ്ങനെ അതുകൊണ്ട് അതും ദോശയും കൂട്ടിക്കൊണ്ട് അങ്ങനെ കുടിച്ചത്. പിന്നെ കാക്കുവിന് പോകും വേണ്ട. അപ്പം കാക്കുവിനുള്ള കടിയും പിന്നെ ഇതും കൂടെ ഞാൻ ചുട്ടൊക്കെയാണ്. പിന്നെ മക്കളും അമ്മയ്ക്കൊരൊക്കെ സുബേസ്ക്ക് വെച്ച് കടന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീച്ച് വരുള്ളൂ. മക്കത്തിന് ഉണ്ടാക്കിയെന്ന് വിചാരിച്ച് ഞാൻ ചൂടോടെ എനിക്കും കാക്കുവിനില്ലേ ഉണ്ടാക്കിയിരിക്കുകയാണ്. പിന്നെ നമ്മളെ മക്കൾക്കാണെങ്കിലും കറിയും കാര്യമൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. ദോശയും പോലിക്ക് നെയ് റോസ്റ്റോ അല്ലെങ്കിൽ മസാല ദോശ അങ്ങനെയുള്ളതൊക്കെയാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ ഞാൻ ദോശക്ക് മാവൂട്ടി കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. അത് പിന്നെ കിടക്കാനായിട്ട് ചൂടോടെ സുട്ടുള്ളതുകൊണ്ട് സുട്ട് അങ്ങനെ പെട്ടെന്നൊന്നും ഉറങ്ങില്ല. അങ്ങനെ ഞങ്ങൾക്ക് കിടക്കാൻ വൈകും. പിന്നെ കാക്കുവിനും തന്നെ 6 മണിക്കൊക്കെ നീച്ചാൽ മതി. പിന്നെ സുട്ടൂന് മദ്രസും ഇല്ല. അപ്പോൾ പിന്നെ കിടക്കാൻ അങ്ങനെ വൈകും. അങ്ങനെ എല്ലാവരും ചായയോടെയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് തിരുമ്പാനും കാര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നമ്മൾ ക്ലീനിങ്ങിന് ഒരുങ്ങിയത്. ശരിയായിട്ട് ആദ്യം തന്നെ ബിസ്മില്ലയിൽ നമ്മളെ മാസ്റ്റർ ബെഡ്റൂമായ നമ്മളെ ബെഡ്റൂമൊക്കെ ഇങ്ങോട്ട് കിടന്നു. ആദ്യം തന്നെ മാറാൽ തട്ടുകയാണ് കേട്ടോ. അടിയും മോളും ഒരുപോലെ എല്ലാം അങ്ങ് തട്ടിയിടുകയാണ്. പക്ഷെ ഒന്നിച്ച് ഒരു ദിവസം എടുക്കാൻ കഴിയില്ല. ചിലപ്പോൾ 2-3 ദിവസം പിടിക്കും. കാരണം നമ്മളെ കാക്കു ഡ്യൂട്ടിയിലായതുകൊണ്ട് ഞാൻ ഒറ്റക്ക് എടുക്കണത്. ഒറ്റക്കെന്ന് പറഞ്ഞുകൂടാ, മോളും കൂടിയിരിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ സാവധാനം എങ്ങനെ എടുക്കുള്ളൂ. കാക്കണെങ്കിൽ പെട്ടെന്ന് പടപടേനെ പണി കഴിച്ചു തരും. ഇപ്പം ഞങ്ങളങ്ങനെ കുറേശ്ശെ അങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അടിയും മോളൊക്കെ ഒന്ന് മാറാലൊക്കെ തട്ടുകയാണ്. പിന്നെ നമ്മളെ വീട്ടിൽ കർട്ടനും കാര്യമൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അതൊക്കെ ഇടാൻ കിടക്കുകയാണ്. ഇൻഷാ അല്ലാ മക്കളെ കല്യാണവും കാര്യമൊക്കെ ആകുമ്പോഴത്തേന് ഒരുപാട് പണികൾ ഇനിയും ചെയ്യാണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സാവധാനം എടുക്കണം. അപ്പം അത് എടുക്കാൻ ഒരുങ്ങിയിട്ടില്ല. കുറച്ചും കൂടി ഇൻഷാ അല്ലാ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കണം എന്നില്ല പ്ലാനിങ്ങൊക്കെ ഉണ്ട്. അപ്പം പെയിൻറ്റിങ്ങും കർട്ടൻ പണി പിന്നെ ഒരുപാട് പണികളിങ്ങനെ ഉണ്ട്. നമുക്ക് ഇൻഷാ അല്ലാ എടുക്കണം. പിന്നെ ആ പണിയൊന്നും ഇല്ല കേട്ടോ കർട്ടൻ്റെ. അപ്പോൾ കട്ടിലും കാര്യമൊക്കെ നമ്മളെ പഴയ വീട്ടിലത്തെ കട്ടിൽ തന്നെയാണ്. എല്ലാം മാറ്റാനും പിടിച്ചാനൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാതൊക്കെ നമ്മൾ ക്ലീനാക്കി എടുക്കുക, അത്രേ ഉള്ളൂ.
ശേഷം ഞാൻ ലിവിങ് റൂമിലേക്ക് എത്തിക്കണം. ലിവിങ് റൂമിൽ സോഫയും കാര്യമൊക്കെ റെഡിയാക്കണം കേട്ടോ. സോഫയൊക്കെ നല്ല ഭയങ്കര പൊടി, എന്താ അറിയില്ല, റോഡ് സൈഡൊന്നല്ല, നല്ല പൊടി പാറിയിരിക്കണം. അപ്പോൾ അതൊക്കെ നല്ലപോലെ ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഒന്ന് ഇട്ട മോഡലൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുഴുവനായിട്ടൊന്നും എടുക്കാൻ പറ്റാത്തൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം 3-3:30 വരെ എടുക്കുന്നുണ്ട്. പിന്നെ എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് എടുക്കാൻ കഴിയൂല. അപ്പം ഒന്ന് കുറച്ച് ഭാഗം എടുത്ത് ബാക്കി പിന്നെ എപ്പോഴെങ്കിലും എടുക്കാൻ വിചാരിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം മുകൾ ഭാഗം ഒഴിവാക്കിയിട്ട് അത് തട്ടി തുടച്ചിടുകയാണ്. പിന്നെ നമ്മളെ കിച്ചണും ഉണ്ട്, അല്ലാത്ത ഭാഗം ഒരു 3/4 ഭാഗം നമ്മളിന്ന് കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡും കാര്യം അതും ഉണ്ടാക്കണ്ടേ. അമ്മയും കുട്ടികളും വരൊക്കെ എല്ലാവർക്ക് ചോറും ഒക്കെ ഉണ്ടാക്കി വെച്ചിക്കണം. പിന്നെ ചോർക്ക് ഞാൻ ചോറായതിനെ വെച്ച് ചീനോ, നമുക്ക് കറി പരിപ്പും തക്കാളിയും ചക്കക്കുരൊക്കെ ഇട്ടുങ്ങാണ്ട് നല്ല കട്ടിപ്പൊളി കറി കോളിഫ്ലവർ ഫ്രൈ ആക്കിയിരിക്കുന്നത്. അതൊക്കെയാണ് ഇപ്പോൾ ഉച്ചക്കൊക്കെ സ്പെഷ്യൽ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ വീഡിയോയുമായി വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്.